അസ്സലാമു അലൈക്കും. നമ്മൾ പലപ്പോഴും കരളിൻ്റെ കരളാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. കരളിൻ്റെ കരളായ എൻ്റെ ഉപ്പ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ, അല്ലെങ്കിൽ എൻ്റെ മകൻ എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടു കൂടി പറയാറ്. എന്തുകൊണ്ടാണത്? കാരണം നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മളങ്ങനെ കരളിൻ്റെ കരളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കാറുള്ളത്. നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്നവരെയാണ് നമുക്കങ്ങനെ വിളിക്കാൻ കഴിയുക. എന്നാൽ അത്തരത്തിൽ കരളിൻ്റെ കരളായി തൻ്റെ മകനെ സ്നേഹിച്ച, തൻ്റെ മകനെ ചേർത്ത് പിടിച്ച ഒരു ഉപ്പയെക്കുറിച്ച് നിങ്ങൾ അറിയാതെ പോകരുത്. ആ ഉപ്പ ഇപ്പോൾ ജീവനോടെ ഇല്ല. അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം യാത്രയായി. പക്ഷെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കരളിൻ്റെ കരളാണ് എന്ന് അദ്ദേഹം വെറുതെയല്ല പറഞ്ഞത്. അത് വെറുമൊരു ആലങ്കാരികമായി മാത്രം പറഞ്ഞു വെച്ചൊരു കാര്യമല്ല. അദ്ദേഹം ജീവിതത്തിലും, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തിലും അദ്ദേഹം തൻ്റെ മകനെ, തൻ്റെ പുന്നാര മകനെ അത്തരത്തിൽ കരളിൻ്റെ കരളായി സ്നേഹിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം തൻ്റെ സ്വന്തം മകന് അദ്ദേഹം തൻ്റെ കരൾ പകർന്നു നൽകി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തൻ്റെ സ്വന്തം മകനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹം വെറും വാക്കിൽ മാത്രം ഒതുക്കിയ ഒന്നല്ലായിരുന്നു. അദ്ദേഹം അത് ജീവിതത്തിലും കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ ഉപ്പയും മകനും ഇപ്പോൾ ജീവനോടെ ഇല്ല. വല്ലാത്തൊരു വേദനിപ്പിക്കുന്നൊരു വാർത്തയാണത്. യൂനുസ് എന്ന് പറയുന്ന പിതാവാണ് കരൾ സംബന്ധമായ അസുഖത്തിനാൽ ചികിത്സയിൽ കഴിഞ്ഞ തൻ്റെ മകന് തൻ്റെ സ്വന്തം കരൾ കൊടുത്തത്. എന്നാൽ ശസ്ത്രക്രിയ നടന്നതിന് ശേഷം അദ്ദേഹം പിന്നീട് മരണപ്പെടുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മകന് മരണപ്പെട്ട വളരെയധികം ദുഃഖകരമായ വാർത്ത കേൾക്കാനിടയായത്. കലൂർ ദേശാഭിമാനി റോഡിൽ മസ്ജിദ് ലൈനിൽ താമസിക്കുന്ന കല്ലറയ്ക്കൽ കെ യൂനുസ് ഹാജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ നസീറാണ് മരണപ്പെട്ടത്. ആ ചെറുപ്പക്കാരന് വെറും 26 വയസ്സ് മാത്രമാണ് പ്രായം. ആ സഹോദരൻ്റെ ഖബറടക്കം കഴിഞ്ഞ ദിവസം അസർ നമസ്കാരത്തിന് ശേഷം കലൂർ മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ നിർവഹിക്കുകയുണ്ടായി. എറണാകുളം മാർക്കറ്റിലെ ഫ്ലോറ വെജിറ്റബിൾസ് ഉടമയായിരുന്നു നസീർ എന്ന് പറയുന്ന സഹോദരൻ. കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 അദ്ദേഹം തൻ്റെ മകന് കരൾ ദാനം ചെയ്തത്. എന്നാൽ പിന്നീട് ശസ്ത്രക്രിയയിലുണ്ടായ പ്രശ്നം കാരണത്താൽ അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ മയ്യത്തിനെ അടക്കം ചെയ്തതും കലൂർ ജുമാ മസ്ജിദിലായിരുന്നു. രോഗം വഷളായതോടുകൂടിയാണ് തൊയ്യബിന് ഡോക്ടർമാർ കരൾ മാറ്റം ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചത്. തുടർന്ന് പിതാവിൻ്റെ കരളാണ് തൊയ്യബ് സ്വീകരിച്ചത്. റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്കിടെ ഹൃദയത്തിലേക്കുള്ള പ്രധാന ഞരമ്പിന് ക്ഷതമേറ്റതിനെ തുടർന്നാണ് നസീർ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെടുന്നത്. തൊയ്യബ് ദീർഘനാളായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനെ തുടർന്നാണ് വെറും 26 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വാർത്ത കേട്ടത്. ആ ചെറുപ്പക്കാരൻ നല്ല മിടുക്കനായിരുന്നു. പഠനത്തിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നു. MBA ബിരുദധാരിയായ ആ തൊയ്യബ് എന്ന് പറയുന്ന സഹോദരൻ ഒഴിവു സമയങ്ങളിലൊക്കെ തൻ്റെ പിതാവിൻ്റെ കടയിൽ, ആ പച്ചക്കറി കടയിൽ ചെന്നുകൊണ്ട് തൻ്റെ ഉപ്പയെ അദ്ദേഹം സഹായിക്കുമായിരുന്നു. ഇത് പറഞ്ഞു വയ്ക്കുമ്പോൾ ആ ഒരു ആശുപത്രിയിലെ അവരുടെ അനാസ്ഥ കൂടി പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട്. അവരുടെ ആ ഒരു ശസ്ത്രക്രിയയിലുണ്ടായ അവരുടെ ഒരു പിഴവ് തന്നെയാണ് ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായെന്ന് പറയേണ്ടി വരും. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ നിന്നും ഇത്തരം വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. ആശുപത്രിയിലെ അനാസ്ഥ മൂലം ഒരുപാട് ആളുകൾ മരണപ്പെട്ട വാർത്ത നമ്മളിതിനു മുമ്പും കേട്ടതാണ്. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് കർശനമായ നിയമ സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇത്തരം തുടർമരണങ്ങളൊക്കെ നടന്നു വരുന്നത്. നോക്കൂ, ആ ഉപ്പയും മകനും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്നു. ഞാൻ ആലോചിക്കുന്നത് ആ കുടുംബത്തെയാണ്, ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മയെക്കുറിച്ചാണ്. കാരണം ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണിത്. താലൊരു ചോമനിച്ച് പോറ്റി വളർത്തിയ തൻ്റെ മകൻ, അതോടൊപ്പം അവരുടെ ഭർത്താവ്, രണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. രണ്ടും കുടുംബത്തിൻ്റെ അത്താണിയാണ്. രണ്ടുപേരും കുടുംബത്തെ മുന്നോട്ട് കൊണ്ട് നയിക്കേണ്ടവരാണ്. ഇനി ആ ഉമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വല്ലാത്ത പ്രയാസം. ഏതായാലും പടച്ചറബിൻ്റെ വിധികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നമുക്ക് ആർക്കും തടുക്കാൻ കഴിയില്ല. തൻ്റെ മകന് ആ പിതാവ് തൻ്റെ സ്വന്തം കരൾ കൊടുക്കുമ്പോൾ ആ പിതാവ് തൻ്റെ മകനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോക്കൂ, ഇങ്ങനെയും സ്നേഹം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്. ഇതാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉമ്മമാർ തൻ്റെ സ്വന്തം മക്കളെ ജീവന് തുല്യമാണ് സ്നേഹിക്കുന്നത്. പക്ഷെ ചില മക്കളാകട്ടെ, അവർ തങ്ങളുടെ മാതാപിതാക്കളെ നിസ്സാരമായി കണ്ടുകൊണ്ട്, ലഹരിമൂത്ത് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ നിസ്സാരമായി കൊന്നു തള്ളുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ദിനംപ്രതി കേൾക്കുന്നവരാണ്. താമരശ്ശേരിയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വെട്ടിക്കൊലപ്പെടുത്തിയ തൻ്റെ സ്വന്തം ഉമ്മയായിരുന്നു.
ലഹരിമൂത്ത് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് വടിവാലെടുത്ത് തൻ്റെ സ്വന്തം ഉമ്മയെ താലോലിച്ച് ഓമനിച്ച് പോറ്റി വളർത്തി തൻ്റെ സ്വന്തം ഉമ്മയെ ആ ചെറുപ്പക്കാരൻ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ലഹരി എന്ന് പറയുന്ന മാരകമായ വസ്തു അത് മനുഷ്യൻ്റെ ചിന്തകളെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും എത്രത്തോളം ദുഷിച്ച രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇത്തരം പ്രവർത്തനങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലഹരി കിട്ടിയില്ല എങ്കിൽ സ്വന്തം അമ്മയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ലഹരി എന്ന് പറയുന്ന മാരകമായ വസ്തു ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത്. ഈ കൊല ചെയ്ത ആഷിഖ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് ജയിലിൽ വെച്ചുകൊണ്ട് ചില മാനസിക വിഭ്രാന്തി മറ്റുമൊക്കെ കാണിച്ച കാരണത്താൽ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയുള്ള വാർത്ത പുറത്തു വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ. ജീവിതത്തിൽ ഇനി അങ്ങോട്ടൊരു സമാധാനവും ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല. കാരണം അവൻ കൊലപ്പെടുത്തിയത് തന്നെ ഓമനിച്ച് താലോലിച്ച് പോറ്റി വളർത്തിയതിൻ്റെ സ്വന്തം ഉമ്മയാണ്. ജീവിതത്തിൽ താൻ ചെയ്തു പോയ ആ വലിയ കുറ്റത്തെ ഓർത്ത് അവനിനി പശ്ചാത്തപിച്ച് അതിൻ്റെ നരകയാതനയും അതിൻ്റെ പ്രയാസങ്ങളും ഇനി അനുഭവിക്കാൻ അവൻ കിടക്കുന്നതേയുള്ളൂ. താൻ ചെയ്തു പോയത് തെറ്റാണെന്നോർത്ത് കാലാകാലം ദുഃഖിച്ച് ജീവിതത്തിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന പ്രയാസം, അവൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകൾ, അത് തന്നെയായിരിക്കും ഈ ലോകത്ത് അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത. സൗദിയിൽ ഇതുപോലെ ഒരു പ്രവാസിയായ ഒരു ഹിന്ദു സഹോദരൻ, അദ്ദേഹവും തൻ്റെ സ്വന്തം മകൻ്റെ കൈയാൽ കൊല്ലപ്പെട്ടു. അതും ഇതുപോലെ തന്നെയായിരുന്നു കാരണം. ലഹരിയുടെ വിഭ്രാന്തി കാരണമായിരുന്നു അത്. ലഹരി കിട്ടാത്തതുകൊണ്ട് തൻ്റെ സ്വന്തം പിതാവിനെ അവൻ കൊലപ്പെടുത്തി. ഉത്തർപ്രദേശ് സ്വദേശിയായ ശ്രീകൃഷ്ണ ഭൃഗുനാഥ് യാദവ് എന്ന് പറയുന്ന 53 വയസ്സുള്ള സഹോദരൻ, അദ്ദേഹം കൊല്ലപ്പെട്ടത് കുമാർ യാദവ് എന്ന് പറയുന്ന തൻ്റെ സ്വന്തം മകൻ്റെ കൈയാൽ കൊല്ലപ്പെടുകയുണ്ടായി. സൗദിയിലെ ജുബൈലിലാണ് സംഭവം. തൻ്റെ സ്വന്തം മകൻ അദ്ദേഹത്തെ വളരെയധികം മൃഗീയമായിട്ടായിരുന്നു കൊലപ്പെടുത്തിയത്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. മാത്രവുമല്ല, ഈ ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ചൂഴുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇത്തരം ആളുകൾ ലഹരി കിട്ടാതിരിക്കുമ്പോൾ മാനസിക വിഭ്രാന്തി മൂത്തി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. കൊല്ലപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ മകൻ നാട്ടിൽ ലഹരിക്ക് അടിമയായിരുന്നു. ആ ലഹരിയിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ വേണ്ടിയാണ് തൻ്റെ സ്വന്തം മകനെ 1.5 വർഷം മുമ്പ് ഇദ്ദേഹം സൗദിയിലേക്ക് കൊണ്ടുപോയത്. അവസാനം ലഹരി കിട്ടാതെ ആ മകൻ തന്നെ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുന്നു. നോക്കൂ, വളരെയധികം അപകടം പിടിച്ചൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. ഒരു വശത്ത് തൻ്റെ സ്വന്തം മകന് ആ പിതാവ് കരൾ കൊടുത്ത് സ്നേഹിക്കുമ്പോൾ, മറുവശത്ത് തൻ്റെ പിതാവിനെ മക്കൾ കൊലപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഉപ്പയ്ക്കും മകനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.